കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം ചില ഗായത്രി മന്ത്രങ്ങൾ ജപിച്ചാലുള്ള ഗുണവും. ഗായത്രി മന്ത്രങ്ങൾ ജപിച്ചാലുള്ള ഗായത്രി മന്ത്രങ്ങൾ ഒരുപാട് പേരുണ്ട്. സൂര്യ ഗായത്രി ഉണ്ട്, ഗണേശ ഗായത്രി ഉണ്ട്, സരസ്വതി ഗായത്രി ഉണ്ട്, വിഷ്ണു ഗായത്രി ഉണ്ട്, ശാസ്ത ഗായത്രി ഉണ്ട്, ഭദ്രകാളി ഗായത്രി ഉണ്ട്, മഹാലക്ഷ്മി ഗായത്രി ഉണ്ട്, ശ്രീ പാർവതി ഗായത്രി ഉണ്ട്. അങ്ങനെ ഒത്തിരി ഇതുണ്ട്, ഗായത്രി മന്ത്രങ്ങളുണ്ട്. അപ്പൊ ആ ഗായത്രി മന്ത്രങ്ങൾ ഓരോരുത്തരുടെയും ഗായത്രി മന്ത്രങ്ങൾ ജപിച്ചാലുള്ള ഗുണങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സൂര്യഗായത്രി ജപിച്ചാലുള്ള ഗുണം എന്താണ്? രോഗദുരിതങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ രോഗദുരിതങ്ങൾ മാറിക്കിട്ടാനായിട്ട് സൂര്യഗായത്രി ജപിച്ചു നോക്കും, വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഗണേശ ഗായത്രി, അതായത് വിഘ്നേശ്വരൻ, ഗണേശനാണല്ലോ, വിഘ്നേശ്വരൻ്റെ ഗായത്രി. അത് വെച്ചാൽ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. ഗണേശ ഗായത്രി ജപിച്ചാൽ ആയുരാരോഗ്യ സൗഭാഗ്യം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ സരസ്വതി ഗായത്രി ജപിച്ചാൽ വിദ്യയിലും ജ്ഞാനത്തിലും ഉയർച്ച ഉണ്ടാവും. വിദ്യയിൽ ഉയർച്ച ഉണ്ടാവും, ജ്ഞാനത്തിൽ അറിവിൽ ഉയർച്ച ഉണ്ടാവും. അതുകൂടാതെ പിന്നെ ഉള്ളത് വിഷ്ണു ഗായത്രിയാണ്. വിഷ്ണു ഗായത്രി ജപിച്ചാൽ ഐശ്വര്യം, കുടുംബത്തിന് ഭദ്രത, ഇതൊക്കെ വരും. വിഷ്ണു ഗായത്രി ജപിച്ചാൽ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും, കുടുംബത്തിന് ഭദ്രത ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ശാസ്ത ഗായത്രി, ശാസ്താവിൻ്റെ ഗായത്രി, അതായത് ശനിദോഷം മാറാനായിട്ട് ശാസ്ത ഗായത്രി ജപിച്ചാൽ ശനിദോഷം മാറും, ശാസ്ത ഗായത്രി. പിന്നെ ശിവഗായത്രി, സമാധാനം, മനസമാധാനം, ധനവർദ്ധന എന്നിവയ്ക്ക് ശിവ ഗായത്രി ജപിക്കാം. മനസമാധാനത്തിനും അതേപോലെ തന്നെ ധനപരമായ ഉയർച്ചയ്ക്കും ശിവഗായത്രി മന്ത്രം ജപിക്കാം. പിന്നെ ദുർഗാ ഗായത്രി മന്ത്രം ശത്രുക്കളെ ജയിക്കും. അതായത് നമുക്ക് ശത്രുദോഷങ്ങൾ മാറും. ഒരുവന്റെ ശത്രുദോഷങ്ങൾ മാറാൻ ദുർഗാ ഗായത്രി ജപിച്ചാൽ ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഭദ്രകാളി ഗായത്രി ഉണ്ട്. ഭദ്രകാളി ഗായത്രി വെച്ചാൽ ദുഷ്ടശക്തികളുടെ, അതായത് ദുരാത്മാക്കളും ദുഷ്ടശക്തികളുടെയൊക്കെ ഉപദ്രവം നമ്മളിലേക്കില്ല, ആ ഉപദ്രവം മാറിക്കിട്ടും ഭദ്രകാളി ഗായത്രിയും ജപിച്ചാൽ. പിന്നെ മഹാലക്ഷ്മി ഗായത്രി, അത് മഹാലക്ഷ്മി ഗായത്രി ജയിച്ചാൽ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. അതുപോലെ കുടുംബത്തിലെ ഐശ്വര്യം ഉണ്ടാവും മഹാലക്ഷ്മി ഗായത്രി ജപിച്ചാൽ. പിന്നെ ശ്രീ പാർവതി ഗായത്രി ജപിച്ചാൽ ദാമ്പത്യബന്ധം ശോഭനമാവും മറ്റേ ശ്രീ പാർവതി ഗായത്രി മന്ത്രം ജപിച്ചാൽ. പിന്നെ കൃഷ്ണ ഗായത്രി മന്ത്രം ജപിച്ചാൽ കർമ്മ പുരോഗതി ഉണ്ടാവും. പിന്നെ ദക്ഷിണാമൂർത്തി ഗായത്രി, കൃഷ്ണ ഗായത്രി ജപിച്ചാൽ കർമ്മ പുരോഗതി, പ്രവൃത്തി ഗുണം, ഐശ്വര്യം, ഇതൊക്കെ കൃഷ്ണ ഗായത്രി കൊണ്ടുണ്ടാവും. പിന്നെ ദക്ഷിണാമൂർത്തി ഗായത്രി ഉണ്ട്. ദക്ഷിണാമൂർത്തി ഗായത്രി മന്ത്രം ജപിച്ചാൽ ജ്ഞാനവർദ്ധനവും ഉണ്ടാവും, അതായത് അറിവ് കൂടുതൽ കിട്ടും എന്നാണ്. പിന്നെ നരസിംഹ ഗായത്രി എന്ന് പറയാം. നരസിംഹ ഗായത്രി മന്ത്രം ജപിച്ചാൽ ശത്രുക്കളെ നമുക്ക് ജയിക്കാൻ പറ്റും, ശത്രുക്കളുടെ മേൽ നമുക്ക് വിജയമുണ്ടാവും നരസിംഹ ഗായത്രി മന്ത്രം ജപിച്ചാൽ. പിന്നെ അതുപോലെ തന്നെ കാമദേവ ഗായത്രി, അതായത് ലൗകിക കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവും. ചിലവർക്ക് ലൗകികപരമായിട്ടൊക്കെ ഇത്തിരി പിന്നൊക്കെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാകാം. അങ്ങനെ അവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, ലൗകികമായ കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം ജനിക്കാനായിട്ട് ശ്രീ കാമദേവ ഗായത്രി മന്ത്രം ജപിച്ചാൽ അതിനുള്ള ഗുണങ്ങളുണ്ടാകും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.